9 മാസം മുൻപാണ് വൈക്കം സ്വദേശിനി ഷബീനയുടെ പ്രസവ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്നത്. ശസ്ത്രക്രിയക്കിടെ നൂലിന്റെ ഭാഗങ്ങൾ വയറിനുള്ളിൽ അകപ്പെട്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സെപ്റ്റംബർ മാസം ഓപ്പറേഷനായിരുന്നു. എറണാകുളത്ത് ജനറൽ ആശുപത്രിയിലായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്. അത് ചെയ്ത് 5 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ചെറുതായിട്ട് തടിപ്പ് തോന്നുന്നുണ്ട്, വേദനയും തോന്നുന്നുണ്ടായിരുന്നു. അത് നമ്മൾ തൊട്ടടുത്ത ആശുപത്രിയായ വൈക്കത്ത് കൊണ്ടുവന്നു. വൈക്കത്ത് കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഇതിനകത്ത് നൂലിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്തെടുത്തതിൻ്റെ കൂടെ കാണിക്കണമായിരിക്കും ഉചിതമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെയ്തെടുത്ത അവിടുത്തെ എറണാകുളം ജനറൽ ആശുപത്രി ഈ ഡോക്ടറെ പോയി കണ്ട് അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞ ശേഷം പറഞ്ഞ് ഇതിവിടെ ചെയ്യാൻ പറ്റില്ല, ഇത് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയയിൽ ഷബീനയുടെ വയറിൽ നിന്നും നൂലിന്റെ ഭാഗങ്ങൾ പുറത്തെടുത്തു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഇതേപോലെ നൂലെന്തോ ഉണ്ടെന്ന് പറയുകയും പിന്നെ അത് ഇവിടെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇന്ന് ചെയ്തതാണ്. ഇന്ന് ഈ ഓപ്പറേഷൻ ശേഷം ഡോക്ടർമാർ എന്താ പറഞ്ഞേ? ഇതവിടെ ഈ സാധനം കാണിച്ചു, ഇതാണ് കിടന്നേച്ചെന്ന് പറഞ്ഞു. അതേസമയം കുടുംബത്തിന്റെ ആരോപണം തള്ളി ആശുപത്രി രംഗത്തെത്തി. സ്യൂച്ചറിംഗ് മെറ്റീരിയലായ വൈക്കറിൽ എന്ന നീല നിറത്തിലുള്ള വസ്തുവാണ് കണ്ടെത്തിയതെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. സൂച്ചറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉണ്ട്, വൈക്കൽ എന്ന പേരുള്ള മെറ്റീരിയലാണ് സൂച്ചറിങ് ഉപയോഗിക്കുന്നത്. ഈ വൈക്കലിന് നീല നിറമാണ് ഉള്ളത്. ഈ നീല നിറമുള്ള സൂച്ചറിങ് മെറ്റീരിയലിന് ഒരു പ്രത്യേകത ഉണ്ട്, ഒരുപാട് നാളെടുക്കുന്നത് അലിഞ്ഞു വന്നു. അത്തരത്തിൽ മെറ്റീരിയലാണ് ഈ ചിത്രത്തിൽ കാണുന്ന നിങ്ങൾ കണ്ടെത്തിയെന്ന് പറയുന്നത്. അതൊരു ശസ്ത്രക്രിയ പിഴവല്ല, സ്വാഭാവികമായിട്ട് ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കാൻ നിർബന്ധിതമായിരുന്ന സൂച്ചർ മെറ്റീരിയലാണ് അത് കാണുന്നത്. അതൊരിക്കലും ഒരു ഫോറിൻ ബോഡി, വേറൊരു ഫോറിൻ ബോഡിയല്ല. വിഷയത്തിൽ പോലീസിൽ പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.